നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓയിലേഴ്സ് ഫൈവ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഓയിലേഴ്സ് ഫൈവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്നത് ദേ ആർ ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ, ഒരു നമ്പർ പോസിറ്റീവ് ഇൻറ്റിജർ എൻ വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അങ്ങനത്തെ ഉള്ളൊരു ഫംഗ്ഷനാണ് ഒരു എൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പറിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജറിൻ്റെ ഒരു ഫംഗ്ഷനാണ് ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തിയറം, ഫെർമാറ്റ്സ് തിയറം, അതേപോലെ തന്നെ ഓയിലേഴ്സ് തിയറം, രണ്ട് തിയറംസ് ഉണ്ട്. അതാണ് നമുക്കിനി ഈ ഒരു സെക്ഷനിൽ ലാസ്റ്റ് ഉള്ളത്. അതിൽ ഓയിലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓയിലേഴ്സ് തിയറം എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദിസ്, ഇഫ് GCD of A and N is equal to 1, that is, if A and N are relatively prime, then the Fermat's theorem, Euler's theorem states that A raised to phi of n is congruent to 1 mod n. This is a very powerful proof, the very powerful result. അതായത് എയും എന്നും, എ എന്ന് പറയുന്ന ഒരു നമ്പറും നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള എന്നും, എ എന്ന് പറയുന്ന ഏത് നമ്പർ ആയിക്കോട്ടെ, ഈ നമ്പർ എ ആൻഡ് നാച്ചുറൽ നമ്പർ എൻ, അതേ ആർ റിലേറ്റീവ്ലി പ്രൈം, അതായത് അവർക്ക് കോമൺ ആയിട്ടുള്ള ഒരു ഡിവൈസർ ഒന്നും ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് അതർ ദാൻ 1, ദർ ഈസ് നോ കോമൺ ഡിവൈസർ, ദാറ്റ് ഈസ് ഇഫ് എ ആൻഡ് എൻ ആർ റിലേറ്റീവ്ലി പ്രൈം, ദെൻ എ റേസ് ടു ഫൈവ് ഓഫ് എൻ, അതായത് എ റേസ് ടു നമ്പർ വിച്ച് ആർ അതിൻ്റെ എന്നിൻ്റെ പവർ, അതായത് ഫൈവ് ഓഫ് എൻ എന്ന് പറയുന്ന പവർ. Phi of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ദാറ്റ് ആർ റിലേറ്റീവ്ലി പ്രൈം ടു എൻ. അത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n, അതായത് അതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 1 ആണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ്. നമുക്ക് വി ക്യാൻ ഫൈൻഡ് ദ റിമൈൻഡർ വെൻ എ നമ്പർ ഇസ് ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ നമ്പർ തിയററ്റിക് പ്രോബ്ലംസിനൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്ന ഒരു റിസൾട്ടാണ് എ റേസ് ടു ഫൈവ് ഓഫ് എൻ ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod n എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മളിവിടെ നമ്മളുടെ ഈ ഒരു പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് രണ്ട് ലെമ്മ നമ്മൾ പ്രൂവ് ചെയ്യും. രണ്ട് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറത്തിൻ്റെ പ്രൂഫ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കൊച്ചു റിസൾട്ട്സും അതിൻ്റെ പ്രൂഫിനെയാണ് ലെമ്മ എന്ന് പറയുന്നത്. രണ്ട് ലെമ്മകൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യും. ആ ലെമ്മകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓയിലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ രണ്ട് ലെമ്മാസ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ലെമ്മയും രണ്ടാമത്തെ ലെമ്മയും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുകയാണ്. ഫസ്റ്റ് ലെമ്മ പറയുന്നത് ഇതാണ്: വി ഹാവ് 3 integers a, b and c. If we are given 3 integers a, b and c, then GCD of a and bc is equal to 1 if and only if GCD of ab equal to 1 and GCD of ac is equal to 1. This is the first lemma. If we are given 3 integers a, b and c such that then we can show that ഇതാണ് നമ്മുടെ ലെമ്മ. ഫസ്റ്റ് ലെമ്മ പറയുന്നത് ഇതാണ്: GCD of a, b, c is equal to 1. അതായത് എയും ബി സിയും റിലേറ്റീവ്ലി പ്രൈം ആവാനുള്ള നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രൂ ആണ്. അതാണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD of ab equal to 1 and GCD of ac equal to 1. അതായത് ഇത് ഇങ്ങനെയാണെങ്കിൽ GCD of ab equal to 1, GCD of ac equal to 1 ആണെങ്കിൽ GCD of abc 1 ആയിരിക്കും. അതുപോലെ GCD of abc 1 ആണെങ്കിൽ GCD of ab equal to 1, GCD of ac equal to 1. സോ ഇതാണ് ആദ്യത്തെ ലെമ്മ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ലെമ്മ എന്ന് പറയുന്നത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള നെക്സ്റ്റ് ലെമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ഒരു ലെങ്തി ഉള്ള ഒരു ലെമ്മയാണ്. ഇതാണ് പറയുന്നത്: ലെറ്റ് n greater than 1 and GCD of a and n is equal to 1. Okay, GCD of a and n is equal to 1. എയുടെയും എന്നിൻ്റെയും GCD 1 ആണെന്ന് വിചാരിക്കും. If we have positive integers a1, a2, etc., a phi of n, these are the positive integers which are less than n and relatively prime to n. So n-ൻ്റെ താഴെ റിലേറ്റീവ്ലി പ്രൈം ടു n ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടാവുമല്ലോ. ആ നമ്പേഴ്സാണ് ഞാനിവിടെ കളക്ട് ചെയ്തേക്കുന്നത്: a1, a2, etc., a phi of n. These are the numbers which are less than n and relatively prime to n. Then we can say that a1, a2, etc., a phi of n. This will be congruent to this set itself, that is a1, a2, etc., a phi of n modulo n.
mod n in any order. ഓക്കെ, സോ ഈ രണ്ട് ലെമ്മകളാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇത് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാകും. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. സോ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ഈ ലെമ്മയാണ്. രണ്ടാമത് നമ്മൾ ഈ ലെമ്മ പ്രൂവ് ചെയ്യും. അതായത് A1 A2 എക്സെട്ര A5 എന്ന് പറയുന്നത് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഏതെങ്കിലുമൊക്കെ ഒരു കോൺഗ്രുവൻസ് ക്ലാസ്സിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഈ തിയറി. ഞാൻ തിയറിയുടെ ലെമ്മയിലേക്ക് വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത് ഫസ്റ്റ് ലെമ്മയാണ്. ആ ഫസ്റ്റ് ലെമ്മ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ലെമ്മ എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. ലെമ്മ എന്താണ്? എ ബി സി ബിലോങ്സ് ടു സെഡ്. എ ബി സി എന്ന് പറയുന്നത് 3 ഇൻറ്റിജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു 1 if and only if GCD of AB equal to 1 and GCD of AC is equal to 1. ഇത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ലെമ്മ 1ൻ്റെ പ്രൂഫാണ് നമ്മളിവിടെ എഴുതുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ പ്രൂവിങ് പ്രൂഫ് ഓഫ് ലെമ്മ 1. ഓക്കെ, പ്രൂഫ് ഓഫ് ലെമ്മ 1 എന്നാണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ എന്തൊക്കെയുണ്ട്? ആദ്യം നമുക്ക് എ ബി സി എന്ന് പറയുന്ന 3 ഇൻറ്റിജേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. സോ നമ്മൾക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയത് കാരണം നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫിന് മുമ്പുള്ള ഈ സൈഡ് ഇത് ഉണ്ടെങ്കിൽ ഇതുണ്ടെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അടുത്തത് നമ്മൾ ഇതുണ്ടെങ്കിൽ ഈ രണ്ടും ഉണ്ടെങ്കിൽ ഇതുണ്ടെന്ന് പ്രൂവ് ചെയ്യും. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കുന്നത് സപ്പോസ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി സി ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കാണിക്കണം? വി ഹാവ് ടു ഷോ ദാറ്റ് നമുക്ക് എന്ത് കാണിക്കണം? ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് എ സി ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ജി സി ഡി ഓഫ് എ ആൻഡ് ബി സി ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ജി സി ഡി ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് ജി സി ഡി ഓഫ് എ സി ഈസ് ഈക്വൽ ടു. ഓക്കെ, ഇതുപോലെ തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സപ്പോസ് ഐ എം ടേക്കിംഗ് എ കോൺട്രഡിക്ഷൻ മെത്തേഡ്. കോൺട്രഡിക്ഷൻ വരുമെന്ന് നോക്കാം. സപ്പോസ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു സം ഡി വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. 1 അല്ല എന്നാണ് ഉദ്ദേശിച്ചേക്കുന്നത്. 1 അല്ലെങ്കിൽ പിന്നെ അതിൽ കൂടുതലുള്ള വേറെ ഏതോ നമ്പർ ആണെന്നുള്ള രീതിയിൽ ഞാൻ എടുത്തേക്കാണ്. 1 അല്ലാത്ത ഏതെങ്കിലും ഒരു നമ്പർ. ഓക്കെ, നമുക്ക് കാണിക്കാനുള്ളത് ദ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി 1 ആണ്. അതായത് ഗ്രേറ്റസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഡിവൈഡ്സ് എ ആൻഡ് ബി അത് 1 ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇവിടെ എനെയും ബി സിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ 1 ആണ്. പക്ഷേ ജി സി ഡി ഓഫ് എനെയും ബിനെയും ഡിവൈഡ് ചെയ്യുന്ന ഏറ്റവും വലിയ നമ്പർ 1 ആണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഡി ആണെന്ന് സപ്പോസ് ചെയ്യാം. അതിനർത്ഥം എന്താണ്? ജി സി ഡി ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 1 മീൻസ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. ശരിയല്ലേ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ്. സോ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി. അങ്ങനെയാണെങ്കിൽ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി സി എന്ന് പറഞ്ഞ് എനിക്ക് എഴുതാൻ സാധിക്കും അല്ലേ? കാരണം എന്താണ്? ഡിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബി സിനെ ഷുവറായിട്ടും ഡിവൈഡ് ചെയ്യും അല്ലേ? ബിക്കോസ് ഇഫ് ബി ഈസ് ഈക്വൽ ടു സം എൻ ഇൻറ്റു ഡി ദെൻ ബി സി ഈസ് ഈക്വൽ ടു സം എൻ സി ഇൻറ്റു ഡി ഓർ ക്യു സി ഇൻറ്റു ഡി. അങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ബിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ബി സിനെ ഡിവൈഡ് ചെയ്യും. സോ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമൺ ഡിവൈസർ. സോ വി ഹാവ് എ കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി സി. അതെന്ത് കിട്ടി? എ ആൻഡ് ബി സി ഈസ് ഈക്വൽ ടു ഡി വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ ബിക്കോസ് വി ഹാവ് ദ ലാർജസ്റ്റ് നമ്പർ വിച്ച് ഡിവൈഡ്സ് എ ആൻഡ് ബി സി ഈസ് 1. 1നേക്കാളും ഒറ്റ വലിയ നമ്പർ പോലും എനെയും ബി സിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യില്ല എന്നാണ് നമ്മളിവിടെ കണ്ടത്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 1നേക്കാളും വലിയൊരു കോമൺ ഡിവൈസർ കിട്ടി. 1 ആണ് ഏറ്റവും വലിയ കോമൺ ഡിവൈസർ എന്നുള്ള ഒരു അസംഷനിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നമ്മുടെ നമ്മളുടെ ഒരു നോട്ടിൽ നിന്ന് നമുക്കിവിടെ എത്തിയേക്കുന്ന കൺക്ലൂഷൻ എന്താണ്? അത് തെറ്റാണെന്നുള്ള കൺക്ലൂഷനാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ സപ്പോസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, നമ്മുടെ റിസൾട്ട് ഇവിടെ ഇങ്ങനെ ഇത് ഷുവറായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ആ ഷുവറായിട്ടുള്ള കാര്യത്തിനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്നൊരു പോയിന്റിലേക്ക് നമുക്ക് എത്തി. സോ ദാറ്റ് മീൻസ് എന്താ പറയാൻ സാധിക്കും? ഈ സപ്പോസ് എന്ന് പറഞ്ഞ് നമ്മളിവിടെ എടുത്തേക്കുന്ന ഈ ഒരു കാര്യം, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഫോൾസ്. സോ ദാറ്റ് മീൻസ് ജി സി ഡി ഓഫ് എ ആൻഡ് ബി സി എന്ന് പറയുന്നത് ഡി 1 ആണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി 1 ആയിരിക്കും. സോ വി ഹാവ് ജി സി ഡി ഓഫ് എ ബി 1. ഇതേ സ്ഥലത്ത് തന്നെ ബിക്ക് പകരം സി കൊടുക്കുക. ബിക്ക് പകരം സിയും സിക്ക് പകരം ബിയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ജി സി ഡി ഓഫ് എ സി ഈസ് ഈക്വൽ ടു
1. We have GCD of AC is equal to 1. Just interchange B and C, we will get this result. അപ്പോൾ ഒരു സൈഡ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ചുള്ള സൈഡ്, അതായത് സപ്പോസ് we have GCD of AB equal to 1 and GCD of AC is equal to 1. ഇതാണ് നമുക്കിവിടെ ഉള്ളത്. But then we have to show that GCD of A and BC is equal to 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യണം. GCD of A and BC is equal to 1. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ എയും ബിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, എയും സിയും റിലേറ്റീവ്ലി പ്രൈം ആണ്, എയും ബി സിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്നുള്ളതും കൂടി നമുക്ക് കാണിക്കേണ്ടതുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇതേ നമ്മൾ നേരത്തെ എടുത്ത അതേ മെത്തേഡ് തന്നെ, അതായത് സപ്പോസ് ഡി എന്ന് പറയുന്ന ഒരു GCD ഉണ്ടെന്ന് നമ്മൾ എടുക്കും. ഇതേപോലെ കോൺട്രഡിക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. സപ്പോസ് നമ്മൾ എഗെയിൻ നമ്മൾ സപ്പോസ് ചെയ്യാണ്, സപ്പോസ് GCD ഓഫ് A and BC is equal to D, some D greater than 1. GCD of A and BC is some D greater than 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? D divides A and D divides BC. D divides A and D divides BC. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് യൂക്ലിഡ്സ് ലെമ്മ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ലെമ്മയിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? D divides A and D divides B or D divides C. ഇത് യൂക്ലിഡ്സ് ലെമ്മ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ലെമ്മയാണ്. ഡി എന്ന് പറയുന്നത് ബി സിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ, ഡി എന്ന് പറയുന്നത് ബി സിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡി എന്ന് പറയുന്നത് അല്ലെങ്കിൽ രണ്ടിലും ഡിവൈഡ് ചെയ്താലും കുഴപ്പമില്ല. ഡി ഡിവൈഡ്സ് ബി സി ആവണമെങ്കിൽ ഒന്നെങ്കിൽ ബിനെ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ സിനെ ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ആയിരിക്കും, അല്ലെങ്കിൽ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡി സി ആയിരിക്കും അല്ലേ. അതായത് ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ഓർ സി എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അല്ല, അതിനെ ഒന്നും വിപുലീകരിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഡി ഡിവൈഡ്സ് എ ആൻഡ് ഡി ഡിവൈഡ്സ് സി ആയിരിക്കാം. ഇത് രണ്ടും നമുക്കൊരു കോൺട്രഡിക്ഷനിലേക്ക് എത്തിക്കുകയാണ്. എന്താണ്? ഡി എന്ന് പറയുന്നത് ഡി ഡിവൈഡ്സ് എ ആൻഡ് ബി ആണെങ്കിൽ ദെൻ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ ആൻഡ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഒരു കോമൺ ഡിവൈസർ ഉണ്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ദർ ഇസ് എ കോമൺ ഡിവൈസർ, there exists a common divisor D of A and B and A and C. A and C ക്ക് ഒരു കോമൺ ഡിവൈസർ ഉണ്ട്, അല്ലെങ്കിൽ A and B ക്ക് ഒരു കോമൺ ഡിവൈസർ ഉണ്ട്. ഇത് രണ്ടും നടക്കില്ല. കാരണം എന്താണ്? അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്താണ് നമുക്ക് ഇവിടെ എടുത്തേക്കുന്നത്? 1 ആണ്. സോ ഒന്നെങ്കിൽ എ ആൻഡ് ബിക്ക് ഒരു കോമൺ ഡിവൈസറായിട്ട് ഡി ഉണ്ടാകും, അല്ലെങ്കിൽ എ ആൻഡ് സിക്ക് ഒരു കോമൺ ഡിവൈസറായിട്ട് ഡി ഉണ്ടാകും. അപ്പോൾ ഡി ഗ്രേറ്റർ ദാൻ 1 ആയിട്ട് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വി വിൽ കൺക്ലൂഡ് ബൈ എ കോൺട്രഡിക്ഷൻ. നമ്മൾ ഒരു കോൺട്രഡിക്ഷനിൽ എത്തിച്ചേരാണ് നമ്മൾ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഡി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള ഒരു സപ്പോസ്, ആ സപ്പോസ് ഇവിടെ നടക്കില്ല. ദാറ്റ് മീൻസ് വി ക്യാൻ ഷോ ദാറ്റ് GCD ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് ഫോർ ഷുവർ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ലെമ്മ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലെമ്മയാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇഫ് എ ബി ആൻഡ് സി ആർ ഇൻഡിജേഴ്സ് വിത്ത് GCD ഓഫ് എ ബി സി ഈസ് ഈക്വൽ ടു 1 ഇഫ് ആൻഡ് ഓൺലി ഇഫ് GCD ഓഫ് എ ബി ഈക്വൽ ടു 1 ആൻഡ് GCD ഓഫ് എ സി ഈസ് ഈക്വൽ ടു 1. അപ്പോൾ GCD ഓഫ് എയും ബി സിയും 1 ആവണമെങ്കിൽ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാത്ത നമ്പർ ആയിരിക്കണം എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ എന്ന് പറയുന്നത് രണ്ടിനെയും ഡിവൈഡ് ചെയ്തിട്ടില്ലെങ്കിൽ എയും ബി സിയും തമ്മിലുള്ള GCD 1 ആയിരിക്കും എന്നുള്ളതാണ് നമ്മളുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്ത ലെമ്മയും കൂടി പ്രൂവ് ചെയ്യാനുണ്ട്. അടുത്ത ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. നമുക്കിവിടെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. ലെമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. n എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടെന്ന് വിചാരിക്കും. n എന്ന് പറയുന്നത് ഒരു നമ്പർ ഉണ്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, n ഈസ് ഗ്രേറ്റർ ദാൻ 1. n ഗ്രേറ്റർ ദാൻ 1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. n എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറിൻ്റെ പോസിറ്റീവ് ഇൻറ്റിജറാണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് GCD ഓഫ് എ, ഓക്കെ, GCD ഇവിടെ ഗ്രേറ്റർ ദാൻ 1 ആണ്. GCD of A and N is equal to 1. GCD of A and N is equal to 1. A എന്ന് പറയുന്നത് ഏതൊരു ഇൻറ്റിജറും, എന്നിനേക്കാളും വലുതോ ചെറുതോ ആയിട്ടുള്ള ഏതൊരു ഇൻറ്റിജറും എടുത്തു എന്ന് വെച്ചോ. ഇനി എന്നിനെ താഴെയുള്ള എല്ലാ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിനെ ഞാൻ A1, A2, A3 എക്സെട്ര A5 എന്ന് പറയുന്ന നമ്പേഴ്സാക്കി എടുത്തു. ഓക്കെ, A5 എന്ന് പറയുന്ന നമ്പറുകളാക്കി എടുത്തു. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 7 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ A1 എന്ന് പറയുന്നത് 1, A2 എന്ന് പറയുന്നത് 2, A3 എന്ന് പറയുന്നത് 3, A4 എന്ന് പറയുന്നത് 4,
A5 എന്ന് പറയുന്നത് 5, A6 എന്ന് പറയുന്നത് 6. ഇങ്ങനെ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ മാത്രമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തേക്കുന്നത്. ഞാനിവിടെ കോളം വരച്ചേക്കുന്നത് എന്തിനാണെന്നുള്ളത് പറയാം. A1 എന്ന് പറയുന്നത് A2 എന്ന് പറയുന്നതൊക്കെ, അതായത് എന്നിൻ്റെ താഴെയുള്ള റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിനെ ഞാൻ എടുത്ത് എഴുതിയേക്കുന്നതാണ്. ഇപ്പോൾ 7ന് പകരം 9 ആണെന്ന് വിചാരിക്കാം. 9 ആണെങ്കിൽ നമുക്കിവിടെ 7ന് പകരം 9 ആണെന്ന് വിചാരിക്കാം. പ്രൈം നമ്പർ ആയത് തന്നെ ആണോ എന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്ക് 9 ആണെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 5 of 9 is 4, that you already got. So 5 of 9 4 ആയത് കാരണം A1 എന്ന് പറയുന്നത് 1, A2 എന്ന് പറയുന്നത് 2, A3 എന്ന് പറയുന്നത് 4, 5 of 9 6 ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. യെസ്, A3 എന്ന് പറയുന്നത് 4, A4 എന്ന് പറയുന്നത് 5, A5 എന്ന് പറയുന്നത് 7, A6 എന്ന് പറയുന്നത് 8. ഇങ്ങനെ 8 നമ്പേഴ്സാണ് നമുക്കിവിടെ ഉള്ളത്. അതായത് 9ൻ്റെ താഴെയുള്ള റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സിന് ഇങ്ങനെ എഴുതാണ്. ഇനി എ എന്ന് പറയുന്നത് 9നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതോ ഒരു നമ്പർ, 9നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതൊരു നമ്പർ ഞാൻ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു 50 എടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, സോ 50 എന്ന് പറയുന്നത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് GCD ഓഫ് n ഈക്വൽ ടു 1. എന്നിട്ട് ഈ 15നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. 15നെ ഈ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് 50 into 1. ഓക്കെ, ഞാൻ വേറെ കളർ കൊണ്ട് എഴുതാം. 15നെ ഈ നമ്പേഴ്സ് നമ്മുടെ A5 of n നമ്പേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 50 into 1, 50 into 2, 50 into 3, ഓക്കെ, 50 into 5, 50 into 3 അല്ല, 50 into 4, 50 into 5, 50 into 7 and 50 into 8. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. ഓക്കെ, വി ഹാവ് നമ്പേഴ്സ് 1, 2, 4, 5, 7 and 8 that are classes, or these are numbers which are relatively prime to n. And നമുക്ക് ഇതിൻ്റെ ഒരു ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇസഡനിൽ കണ്ട പോലത്തെ ഇതിൻ്റെ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 9 എന്ന് പറയുന്ന ക്ലാസ്, 2 9 എന്ന് പറയുന്ന ക്ലാസ്, 4 9 എന്ന് പറയുന്ന ക്ലാസ്, 5 9 എന്ന് പറയുന്ന ക്ലാസ്, 6 9 5 9 അല്ല 7 9 എന്ന് പറയുന്ന ക്ലാസ് ആൻഡ് 8 9 എന്ന് പറയുന്ന ക്ലാസ്. ഇതിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരെണ്ണമായിരിക്കും ഈ 50 into 1. 50 into 1 എന്ന് പറയുന്നത് എന്തിലായിരിക്കും ഉണ്ടാവുക? 15നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 45 കിട്ടും. സോ 5 വരും. സോ 50 into 1 ഇവിടെ ഇരിക്കും. ഇനി 50 into 2 is 100. 100നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 കിട്ടും അല്ലേ? ബിക്കോസ് 99 is 9 into 11. സോ 50 into 2 ഇവിടെ ആയിരിക്കും ഇരിക്കും. ഇനി 50 into 3 എടുത്തു, 50 into 4 എടുത്തു എന്ന് വെച്ചോ. 50 into 4 is 200. ആൻഡ് വെൻ 200 ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കേസ്? 200നെ എന്താണ് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 200 divided by 9 is 22 അല്ലേ? സോ 22 into 9 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 198 കിട്ടും. സോ റിമൈൻഡർ വിൽ ബി 2. സോ 2. സോ 50 into 4 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, നൗ 50 into 5. വാട്ട് ഈസ് 50 into 5? 50 into 5 എത്രയാണ്? 50 into 5 is 255 അല്ലേ? 250. So 50 into 5 is 250. When we divide it by 9, when we divide 250 by 9, what will we get? 243 നമ്മൾ പോവും. അതിൽ ബാക്കി എത്ര ഉണ്ടാകും? 7 ഉണ്ടാകും. സോ 50 into 5 എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, നൗ 50 into 6 എത്രയാണ്? 300 ആണ് അല്ലേ? 300നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം പോകും അല്ലേ? 300നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം പോവും? എത്ര പ്രാവശ്യമാണ് പോവുക? 297 ടൈംസ് ആ പോവുക. സോ 300നെ 297 ടൈംസ് പോവുകയാണെങ്കിൽ ബാക്കി എത്രയായിരിക്കും? ബാക്കി എത്ര പ്രാവശ്യമാണ് പോവുക? 3 പ്രാവശ്യം, -3 പ്രാവശ്യം അല്ലേ? സോ ദാറ്റ് മീൻസ് 297 ആണെങ്കിൽ 6 അല്ല, 250 into 7 ആണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ? 50 into 7, ദാറ്റ് ഈസ് 50 into 7 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 350 ആണ് കിട്ടുക. സോ 50 into 7 350 കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് എത്ര പ്രാവശ്യം പോകും? എത്ര പ്രാവശ്യമാണ് പോവുക? 342 പ്രാവശ്യം, അതായത് 38 ടൈംസ് 342 പ്രാവശ്യം പോകും. സോ ബാക്കി റിമൈൻഡർ എന്ന് പറയുന്നത് 8 ആണ്. ദാറ്റ് ഈസ് 50 into 7 ബിലോങ്സ് ടു ദിസ് ക്ലാസ്. ആൻഡ് ഫൈനലി 50 into 8. 50 into 8 എത്രയാണ്? 50 into 8 എന്ന് പറയുന്നത് എന്താണ്? 400 ആണ് അല്ലേ?
സോ 400-നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 400-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 44 ടൈംസ് ആണ് പോവുക. 44 ടൈംസ് പോയി കഴിഞ്ഞാൽ 396 പോകും, ബാക്കി 4 റിമൈൻഡർ ആയിരിക്കും. സോ 15 × 8 എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്, A1, A2, A3, A4, A5, A6 എന്ന് പറയുന്ന കോൺഗ്രുവൻസ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള എലമെൻറ്റ്സ് തന്നെയായിരിക്കും 50 × 9. 50 × 9 ചെയ്താലും അതിലുള്ള കോൺഗ്രുവൻസ് ക്ലാസ്സിലുള്ള എലമെൻറ്റ്സ് തന്നെ നമുക്ക് കിട്ടും, പക്ഷേ ഇൻ സം അതർ ഓർഡർ. ഓക്കെ, 50 × 9 എന്ന് പറയുന്നതും ഇൻ സം അതർ ഓർഡറിലായിരിക്കും. ഇനി അതേപോലെ തന്നെ വേറൊരു നമ്പർ എടുത്തോ, 50ക്ക് പകരം റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വേറൊരു നമ്പർ എടുത്തോ. ഫോർ എക്സാമ്പിൾ 97 എടുത്തു എന്ന് വെച്ചോ. 97 9നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സാണ്. 97 എടുത്താലും ഇതേപോലെ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അതായത് നമ്മളുടെ എന്താണ് ഇതേ കോൺഗ്രുവൻസ് ക്ലാസ്സിലുള്ള ഓരോ നമ്പേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 97 × 9 ഇവിടെയാണെങ്കിൽ, സോറി ഇതൊക്കെ 97 × 2, 97 × 2 ഇവിടെയാണെങ്കിൽ 97 × 4 ഇവിടെ ആയിരിക്കാം. ഐ എം ജസ്റ്റ് കൺക്ലൂഡിങ്, ഞാൻ ജസ്റ്റ് ഒരു ഇത് പറയുകയാണ്, ഇതിലായിരിക്കണം എന്നൊന്നുമില്ല. 97 × 8 ഇവിടെ ആയിരിക്കും, 97 × 7 ഇവിടെ ആയിരിക്കും. അങ്ങനെ വേറെ വേറെ ക്ലാസ്സുകളിലായിരിക്കും. പക്ഷേ നമുക്ക് എപ്പോഴും വേറെ വേറെ ക്ലാസ്സുകളിൽ, അതായത് ഈ ഇതിൻ്റെ തന്നെ ക്ലാസ്സുകളിൽ നമുക്ക് ആ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള 97 കൊണ്ട് ഈ വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ക്ലാസ്സിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി 97 മാറിയിട്ട് 100 എടുത്തോ, 100 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താലും ഇതിലുള്ള ക്ലാസ്സിലുള്ള എലമെൻറ്റ്സ് തന്നെ കിട്ടും. അതായത് A1, A2, A3 എക്സെട്ര A5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്നിനോട് GCD 1 ആയിട്ടുള്ള ഏത് A എടുത്താലും A1 ഇവിടെ, A2 ഇവിടെ, A3 ഇവിടെ, അങ്ങനെ പോയി A5 ഇവിടെ, അങ്ങനെ പോയി A5 ഇവിടെ, അങ്ങനെ ഇതിൻ്റെ തന്നെ ക്ലാസ്സിൽ തന്നെ, അതായത് ഇതിനോട് തന്നെ റിലേറ്റീവ്ലി കോൺഗ്രുവൻ മോഡുലോ ആയിട്ടുള്ള സെറ്റ് ആയിരിക്കും നമുക്കിവിടെ കിട്ടണേ എന്നുള്ളതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, ഈ ലെമ്മ കുറച്ച് ലെങ്തിയാണ്, മനസ്സിലാക്കാനും കുറച്ചൊരു ലെങ്തിയാണ്. അത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് A1, A2 എക്സെട്ര A5 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാല്യൂസ് എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ പല ഓർഡറിലായിരിക്കും, ചിലപ്പോൾ ഇതേ ക്ലാസ്സിൽ തന്നെ പല ഓർഡറിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് A1, A2 എക്സെട്ര A5 എന്ന് പറയുന്നത് പരസ്പരം മോഡുലോ കോൺഗ്രുവൻ്റ് ആയിരിക്കില്ല. ദാറ്റ് ഈസ് AAI will be not congruent to AAJ mod n, because if this is the case, then we can cancel A from this congruence equation and we can write AI congruent to AJ mod n. ഇങ്ങനെ എഴുതാൻ സാധിക്കും. പക്ഷേ അത് സംഭവിക്കില്ല. കാരണം ഇത് തമ്മിൽ പരസ്പരം മോഡുലോ n ആയിരിക്കില്ല. അപ്പോൾ ഈ വാല്യൂസും പരസ്പരം മോഡുലോ n കോൺഗ്രുവൻ്റ് അല്ല എന്നുള്ളത് നമുക്ക് ഷുവർ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇഫ് A1, A2 എക്സെട്ര A5 ആർ കോൺഗ്രുവൻ്റ് മോഡുലോ n, A1, A2 എക്സെട്ര will not be congruent modulo n to each other. ഓക്കെ, ഇപ്പോൾ ഇതെല്ലാം വേറെ വേറെ ക്ലാസ്സുകളിലായിരിക്കും എന്തായാലും ഇരിക്കാൻ പോകുന്നത്. ഒറ്റ ക്ലാസ്സിൽ ഇതെല്ലാ എലമെൻറ്റ്സും ഒറ്റ ക്ലാസ്സിൽ എന്തായാലും ഇരിക്കില്ല എന്നുള്ളത് ഷുവറാണ്. ഇനി ഇത് വേറെ വേറെ ക്ലാസ്സിലാണെന്നുള്ളത് കാണിക്കാനായിട്ട് നമുക്കറിയാം GCD ഓഫ് AI n എന്ന് പറയുന്നതും GCD ഓഫ് AN എന്ന് പറയുന്നതും 1 ആണ് അല്ലേ? GCD ഓഫ് AI 1 ആണ്. സോ ദിസ് മീൻസ് ഞാൻ ഇങ്ങനെ എഴുതാം, GCD ഓഫ് A and N 1 ആണ്, ആൻഡ് GCD ഓഫ് AI and N 1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ GCD ഓഫ് AI and N 1 ആയിരിക്കും ബൈ ദ പ്രീവിയസ് ലെമ്മ 1-ൽ നിന്ന്. ലെമ്മ 1-ൽ നമ്മൾ പറഞ്ഞു GCD ഓഫ് A and BC, GCD of A and BC is equal to 1 if and only if GCD of A and B equal to 1 and GCD of A and C equal to 1. അപ്പോൾ ലെമ്മ 1-ൽ നിന്ന് നമുക്കിത് എന്തായാലും ഷുവറായിട്ട് പറയാൻ സാധിക്കും, GCD of AI n is equal to 1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു AAI നമ്മൾ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കാം. AAI ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ AAI എന്ന് പറയുന്നതിനെ നമ്മൾ n കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get n³ plus b, സം ഇൻറ്റിജർ b നമുക്ക് കിട്ടും. AAI എന്ന് പറയുന്ന ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിലുള്ള ഏതെങ്കിലും ഒരു AAI എടുത്തു, ഇതിലുള്ള ഏതെങ്കിലും ഒരു AAI ഫോർ എക്സാമ്പിൾ ഇൻ പർട്ടിക്കുലർ ഞാൻ 50 × 8 എടുത്തു, അത് നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കോഷ്യൻറ്റും കിട്ടും, ആ റിമൈൻഡറും കിട്ടും. അതാണ് Qയും Bയും എന്ന് വിചാരിക്കാം.
So we have a quotient and a remainder b. Since GCD of a dividend is and GCD of dividend and divisor is same as GCD of divisor and quotient. GCD of dividend and divisor is same as GCD of divisor and quotient. We have GCD of b n is equal to GCD of b and n is equal to 1. GCD of b and n equal to 1. ശരിയല്ലേ? We have the GCD of divisor and dividend and divisor ന്റെയും divisor and remainder ന്റെയും GCD 1 ആണ്. This is a constant, this is a common result. നമ്മളുടെ ഡിവിഡൻറ്റിൻ്റെയും ഡിവൈസറിൻ്റെയും GCDയും ഡിവൈസറിൻ്റെയും റിമൈൻഡറിൻ്റെയും GCD 1 സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് AI n-ൻ്റെ GCD 1 ആണെന്നുള്ളത് നമുക്കിവിടെ കിട്ടി. AI n-ൻ്റെ GCD 1 ആണെന്നുള്ളത് കിട്ടി. സോ ബിയുടെയും n-ൻ്റെയും GCD 1 ആണ്. നമുക്ക് b എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണെന്നുണ്ട്. ആൻഡ് b ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു n. സോ b ബിലോങ്സ് ടു a1 a2 എക്സെട്ര a phi of n. ശരിയല്ലേ? a phi of n-ലുള്ള എലമെൻറ്റ് തന്നെയാണ് a1 a2 എക്സെട്ര a phi of n-ൽ ഒരു എലമെൻറ്റ് തന്നെയാണ് b എന്ന് പറയാൻ സാധിക്കും. കാരണം നമുക്ക് b എന്ന് പറയുന്നത് n-ൻ്റെ താഴെയുള്ള എലമെൻറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ 0 1 2 അങ്ങനെ പോയി n-1 വരെയുള്ള ഏതോ ഒരു എലമെൻ്റാണ് നമ്മൾ ഓൾറെഡി നമുക്ക് ഡിവിഷൻ അൽഗോരിതം വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കിവിടെ കിട്ടി ബിയുടെയും n-ൻ്റെയും GCD 1 ആണ്. അതായത് ഇതിൽ നിന്ന് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ നമ്പേഴ്സ് നമ്മളിവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സ് അത് ഏതൊക്കെയാണ്? ആ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ആ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള n-ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് a1 a2 a3 a phi of n അല്ലേ? അപ്പോൾ b ബിലോങ്സ് ടു ദിസ് സെറ്റ് a1 a2 a3 etc. a phi of n. So b belongs to this set already. So ai is congruent to b mod n എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നതിന് പകരം ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ai is congruent to b mod n, because when you divide ai with n you will get remainder b, which is congruent to ai mod n, where n എന്ന് പറയുന്ന i എന്ന് പറയുന്ന ഏതിലൊക്കെയാണ് വേരി ചെയ്യുക? 1 2 3 എക്സെട്ര അപ് ടു phi of n വരെയുള്ള ഈ ഏതെങ്കിലും ഒരു എലമെൻ്റ് ആയിരിക്കും ഈ ai എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ മാതിരി 15:8 എന്ന് പറയുന്നത് ഇതിലുള്ള ഏതോ ഒരു എലമെൻ്റ് ആയിട്ടുള്ള 4-നോട് കോൺഗ്രുവൻ്റ് ആണ്. 15:7 എടുത്തു കഴിഞ്ഞാൽ അത് ഇതിലുള്ള ഒരു 8-നോട് കോൺഗ്രുവൻ്റ് ആണ്. അതായത് നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഏതൊരു n ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് n-നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പറാണ് a എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ n-ൻ്റെ താഴെയുള്ള നമ്പേഴ്സ് a1 a2 എക്സെട്ര a phi of n എടുത്താലും a1 a2 എക്സെട്ര a phi of n എടുത്താലും ഇതെല്ലാം സെയിം സെറ്റ് എലമെൻറ്റ്സ് ആയിരിക്കും. മോഡുലോ n, മോഡ് n നമുക്ക് സെയിം എലമെൻ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതായത് ഇതെല്ലാ എലമെൻറ്റ്സും ഈ എലമെൻറ്റ്സ് എല്ലാം ഈ കോൺഗ്രുവൻസ് ക്ലാസ്സിലായിരിക്കും, പക്ഷേ സെയിം ഓർഡറിലാവണം എന്നില്ല. ഓക്കെ, സോ ഇനിയാണ് നമ്മളുടെ പ്രൂഫ് വരുന്നത്. നമ്മുടെ പ്രൂഫ് ഓഫ് ഓയിലേഴ്സ് തിയറം നമ്മൾ പറയുന്നതാണ്. ഇവിടെ നിന്നാണ് നമ്മൾ പ്രൂഫ് ഓഫ് ഓയിലേഴ്സ് തിയറം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൂഫ് ഓഫ് ഓയിലേഴ്സ് തിയറം, ദാറ്റ് ഈസ് വി ഹാവ് ai കോൺഗ്രുവൻറ്റ് ടു ai മോഡ് n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എവിടെ? ഈ ഒരു പ്രൂഫിൽ നിന്ന് അല്ലേ? ഈ ഒരു ലെമ്മയിലെ പ്രൂഫിൽ നിന്ന് ai is congruent to ai mod n, where I is equal to 1 2 etc. phi of n. That is, we can say that a1 is congruent to some a1 dash mod n, a2 is congruent to some a2 dash mod n, etc. a phi of n is congruent to a phi of n dash mod n, where the elements a1 a2 etc. a phi of n and a1 dash a2 dash etc. a phi of n dash are all equal. ഈ എലമെൻറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്, പക്ഷേ വേറെ ഏതോ ഒരു ഓർഡറിലാണ്. ഓക്കെ, അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതും സെയിം സെറ്റ് തന്നെയാണ്, സെയിം എലമെൻറ്റ്സ് തന്നെയാണ്, പക്ഷേ വേറെ ഏതോ ഓർഡറാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലെമ്മ 2-ൽ നിന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ, ഈ സെറ്റ് ഓഫ് ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ലെമ്മ 2-ൽ നിന്നാണ്. ഇതെന്തിനെടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ എല്ലാ ഇക്വേഷൻസും മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം എത്ര ഇക്വേഷൻ ഉണ്ട്? 5 of n ഇക്വേഷൻസ് ഉണ്ട്. സോ a is multiplied 5 of n times. So that means this will get a raised to 5 of n into a1, a2, etc. a 5 of n. This will be the left hand side is congruent to a1, a2, etc. a 5 of n mod n. So this will be the equation when you are multiplying these statements. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a will be multiplied 5 of n times. So a raised to 5 of n വരും. And these numbers will be multiplied and these numbers will be multiplied. Since these two are equal, we will get this value and this value to be similar. അപ്പോൾ ഇതെല്ലാം GCD 1 ആയിട്ടുള്ള നമ്പേഴ്സ് ആയത് കാരണം they will get cancelled. എന്നോട് GCD 1 ആയിട്ടുള്ളത് കാരണം a raised to 5 of n is congruent to 1 mod n എന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾക്കിവിടെ ഇത് ക്യാൻസൽ ചെയ്ത് കളയുന്നത് കൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമ്മ 2 എന്ന് പറയുന്നത് ചെയ്യുന്നത്. ലെമ്മ 2 കിട്ടാൻ ലെമ്മ 2ൻ്റെ ഒരു പ്രോസസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഈ ഒരു ഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെമ്മ 1 ഉപയോഗിക്കുന്നത്. സോ ലെമ്മ 1 ഉപയോഗിച്ച് ഇത് പ്രൂവ് ചെയ്തു. അവിടെ നിന്ന് ലെമ്മ 2ൻ്റെ കൺക്ലൂഷനിലേക്ക് എത്തി. ലെമ്മ 2ൻ്റെ ഈ കൺക്ലൂഷനിൽ നിന്ന് നമ്മൾ ഓയിലേഴ്സ് തിയറത്തിൻ്റെ പ്രൂഫിലേക്ക് എത്തുകയാണ്. ദാറ്റ് ഈസ് a raised to 5 of n is congruent to 1 mod n. ഓക്കെ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് പൊതുവെ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു 5 of n എന്താണ്, അല്ലെങ്കിൽ an, a1, a2, etc. a 5 of n, a1, a2, etc. a 5 of n എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. നിങ്ങൾ എക്സാമ്പിളിൽ കൂടി ചെയ്താൽ മതി. ഇപ്പം എക്സാമ്പിൾ n എന്ന് പറയുന്നത് 9 എടുക്കുക. അപ്പോൾ a1 എന്ന് പറയുന്നതും a2 എന്ന് പറയുന്നതും a3 എന്ന് പറയുന്നതൊക്കെ കണ്ടുപിടിക്കാം. ഇതുപോലെ അത് വെച്ചിട്ട് പിന്നെ എ എന്ന് പറയുന്നത് ഓരോ വാല്യൂസ് ഇട്ട് നോക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു കോൺഗ്രുവൻസ് ക്ലാസ് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ തിയറം പെട്ടെന്ന് തിയറത്തിൻ്റെ ലെമ്മ പാർട്ട് പെട്ടെന്ന് മനസ്സിലാകും. ഇതുപോലൊരു കോൺഗ്രുവൻസ് ക്ലാസ് ഇതുപോലെയല്ല, കുറച്ചുകൂടി വൃത്തിയായിട്ട് ഒരു കോൺഗ്രുവൻസ് ക്ലാസ് നിങ്ങൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ തിയറത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ, അതായത് ലെമ്മയുടെ പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതുപോലെ തന്നെ n 9 മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ഇട്ട് കൊടുത്തു നോക്കാം. ഫോർ എക്സാമ്പിൾ n എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ നമ്പറായിട്ടുള്ള 11 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 12 ഇട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ a1 എന്താണ്, a2 എന്താണ്, അങ്ങനെ a 5 of n എന്താണ് എന്നുള്ളത് ഇട്ട് നോക്കുക. a എന്ന് പറയുന്നതും ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10 ഇട്ട് കൊടുക്കാം. 10 ഇടാൻ പറ്റില്ല, കാരണം 12നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ വേണം. 5 ഇട്ട് കൊടുക്കാം. ഓക്കെ, ചെറിയ നമ്പർ തന്നെ ആകാം എന്നുള്ളതാണ് പ്രത്യേകത. ഏത് നമ്പർ വേണമെങ്കിലും ആവാം, പക്ഷേ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു നമ്പർ വേണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ n എന്ന് പറയുന്നത് 12 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 5 ഇട്ട് കൊടുക്കുക. എന്നിട്ട് a1, a2, a 5 of n ഒക്കെ കണ്ടുപിടിക്കുക. ഇതേപോലെ തന്നെ ഇപ്പോൾ n 9 ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ 9നോട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 20 ഇട്ട് കൊടുക്കുക. എന്നിട്ട് 20 into a1 ദാറ്റ് ഈസ് 1, 20 into a2 ദാറ്റ് ഈസ് 2, 20 into a3 ദാറ്റ് ഈസ് 4. അതൊക്കെ കണ്ടുപിടിച്ച് നോക്കുക. ഇതിനോട് ഇക്വലൻ്റ് ആയിരിക്കുമോ, അതായത് നിങ്ങൾ അതിനെ മോഡുലോ 9 ചെയ്താലും നിങ്ങൾക്ക് ഇതേ നമ്പേഴ്സ് തന്നെ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ 2 എക്സാമ്പിളായിട്ട് നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്കൊരു പ്രൂഫായിട്ട് ഞാൻ തരികയാണ്. n equal to 9 and a equal to 20 എടുത്ത് നോക്കുക. Now n equal to 12, a equal to 5 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. n equal to 11 and a equal to some 10 എടുത്ത് നോക്കുക. നിങ്ങളത് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ a1, a2, etc. a 5 of n കണ്ടുപിടിച്ചിട്ട് അതിനോട് ഇക്വലൻ്റ് ആയിരിക്കുമോ, അതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക. a1, a2, etc. a 5 of n ഓരോ സ്ഥലത്ത് കാണുക. എന്നിട്ട് നിങ്ങൾ a1, a2 കാണുക, a 5 of n കാണുക. ഇതെന്നിട്ട് ഇതിനോട് ഏതെങ്കിലും രീതിയിൽ ഏതോ ഒരു ഓർഡറിൽ a1ഉം a2 എക്സെട്ര a 5 of n എന്ന് പറയുന്നത് ഇതിനോട് തന്നെ ഇക്വലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുക. പക്ഷെ വേറെ ഏതെങ്കിലും ഒരു ഓർഡറിലായിരിക്കും. ഓർഡർക്ക് ഇതേ ഓർഡർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു ഓർഡറിൽ ഇതിനോട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച a1, a2, എക്സെട്ര a 5 of n ഈക്വലൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഓയിലേഴ്സ് തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഇതിൽ എന്നിന് പ്രൈം ആയിട്ടുള്ള കേസുകൾ വെച്ചിട്ടാണ് നമ്മൾക്ക് ഫെർമാറ്റ്സ് തിയറം പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളാണ്. ഒന്ന് എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക്. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് മെയിൽ അയച്ചോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറിൽ നിന്നോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്നോട് ചോദിക്കാം. ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദിസ്.
അത് ആ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഈ ഒരു തിയറത്തിൻ്റെ പ്രൂഫ്. ചെയ്ത് നോക്കുക, ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.